ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് വിൻഡ് ബ്രേക്കർ എന്ന ജാപ്പനീസ് അനിമേ ടി വി സീരീസിന്റെ സീസൺ 2 6ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളത് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കേൾക്കുന്നത് സുബാക്കിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആണ്. എനിക്കെപ്പോഴും ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ആ കാര്യം ഞാൻ എന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചു. അതുകൊണ്ടാണ് എന്നെപ്പോലെ അബ്നോർമൽ ആയാൾ ഈ സാധാരണ ലോകത്ത് ജീവിച്ചത് എന്ന് സുബാക്കി അവരോട് പറയുന്നു. അപ്പോഴാണ് അവർ പുറകോട്ട് നോക്കുന്നത്. ഓ, ഇതാണോ നീ പറഞ്ഞ ഡേറ്റ് എന്ന് ചോദിച്ച് ടെൻഷൻ ആവുകയാണ് സാക്കുറ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഡേറ്റ് ആണോ നീ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ച് സുബാക്കി ചിരിക്കുന്നു. ഹേയ് സാക്കുറ, ഈ ഡേറ്റിനെ പറ്റി നിനക്ക് വലിയ അറിവില്ല അല്ലേ? ഡേയ്, അതല്ല ഞാൻ ചോദിച്ചേ, ഒന്നും മിണ്ടാണ്ടിരിക്ക്. സോ ഇറ്റോ എന്ന വയസ്സായ ഒരാളുടെ വീട്ടിലോട്ടാണ് അവരിപ്പോ പോകുന്നത്. ഒരു വർഷം മുൻപ് അവരുടെ ഭാര്യ മരിച്ചുപോയി. അതിന്റെ ഡിപ്രഷനിലാണ് അവർ. അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവരെ കാണാൻ പോകും. പുതിയ ആളുകളെയൊക്കെ കാണുമ്പോൾ അവർ ചിലപ്പോ ഹാപ്പി ആകും. അതുകൊണ്ട് ഞാൻ എന്റെ പിള്ളേരെയൊക്കെ കൊണ്ടുപോവാറുണ്ട് എന്ന് സുബാക്കി അവരോട് പറയുന്നു. അങ്ങനെ അവർ ആ അപ്പൂപ്പന്റെ വീട്ടിലോട്ട് എത്തുന്നു. ഹേയ് സുബാക്കിനോ, നീ വന്നോ എന്ന് വളരെ സന്തോഷത്തോടു കൂടി ചോദിക്കുകയാണ് ആ അപ്പൂപ്പൻ. ഇങ്ങനെയല്ലേ ഡിപ്രഷനിലാണെന്ന് പറഞ്ഞ് ഇതിപ്പോ ചിരിച്ചോണ്ടിരിക്കുകയാണല്ലോ. അതെ, ഈ വീടും പരിസരവും ഒക്കെ കണ്ടിട്ട് ഡിപ്രഷനിലിരിക്കുന്ന ഒരാളുടെ വീടാണെന്ന് തോന്നത്തേയില്ല എന്ന് നേരിന് അവരോട് പറയുന്നു. അപ്പോഴാണ് ഏറ്റോ ഇവരെ കാണുന്നത്. സോ ഫസ്റ്റ് ഇയേഴ്സ് ആയിട്ടുള്ള അവരെ 3 പേരെയും സുബാക്കി അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഹേയ്, നിങ്ങൾ ഫ്യൂരിലെ പിള്ളേരൊക്കെ വളരെ ഫാഷൻ ആണല്ലോ. അതെ, അവന്റെ മുടി കണ്ടില്ലേ, മിമോസയെ പോലെയുണ്ട്. സോ മിമോസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലവറിന്റെ നെയിം ആണ്. അതുപോലെ നിന്റെ ചെവിയിൽ കിടക്കുന്ന ഇയറിംഗ്സ് അത് വളരെ വിന്റേജ് ആണ്, പക്ഷെ നിനക്ക് ഒരുപാട് ചേരുന്നുണ്ട് എന്ന് ഫാഷനെ പറ്റിയെല്ലാം നന്നായി സംസാരിക്കുന്ന അപ്പൂപ്പൻ അപ്പോഴാണ് സാക്കുറയെ കാണുന്നത്. അവന്റെ കണ്ണുകൾ കണ്ട് ആ അപ്പൂപ്പന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതെന്നെ പഴയ ഓർമ്മകളിലോട്ട് കൊണ്ടുപോകുന്നു. ഓ, അതാ ബീച്ചിൽ നിൽക്കുന്ന ലവ് സ്റ്റോറിയാണോ? അത് ശരിക്കും വളരെ റൊമാൻറ്റിക്കാ. അതെ, അത് ശരിക്കും വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു. സൂര്യൻ അസ്തമിച്ചതിനു ശേഷം ആ നിലാവിന്റെ വെളിച്ചത്തിൽ മണലിൽ തട്ടിത്തടഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് വരും. ഓ സോറി, നിങ്ങൾ വന്ന കാലിൽ തന്നെ നിൽക്കുവാണല്ലോ, അകത്തോട്ട് വാ എന്ന് പറഞ്ഞ അപ്പൂപ്പൻ അവരെ വിളിച്ചുകൊണ്ടു പോകുന്നു. ഇതേ സമയം സാക്കുറയാണെങ്കിൽ തന്റെ കണ്ണുകൾ കണ്ട് അവരുടെ ഭാര്യയെ ഓർമ്മ വന്നു എന്ന് പറയുന്നത് കേട്ട് ആകെ നാണിച്ച് നിൽക്കുവാണ്. അങ്ങനെ അവരുടെ വീട്ടിനകത്ത് കയറിയ സുബാക്കി കാണുന്നത് കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി ടേബിളിൽ ഇരിക്കുന്നതാണ്. ഹേയ്, ഇതെന്താ ഇവിടെ വെച്ചിരിക്കുന്നേ? ഇതൊക്കെ ഫ്രിഡ്ജിലല്ലേ വെക്കേണ്ടത് എന്ന് അപ്പൂപ്പനോട് അവർ ചോദിക്കുന്നു. ഓ, അത് ഞാൻ മറന്നു. അതല്ല, ഇവിടുത്തെ ലൈറ്റിന് എന്ത് പറ്റി? ഇത് ഓൺ ആകുന്നില്ലല്ലോ. അത് ശരിയാക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ, അതും മറന്നു. ഹേയ്, അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ ശരിയാക്കട്ടെ എന്ന് ചോദിക്കുകയാണ് നേരിൻ. ഓ, അങ്ങനെയെങ്കിൽ ഈ താഴെ കിടക്കുന്നതെല്ലാം ഞാൻ ശരിയാക്കാം എന്ന് ഡിക്കാപ്രിയോയും പറയുന്നു. അപ്പോഴാണ് സാക്കുറ അങ്ങോട്ട് കേറി വരുന്നത്. അവന്റെ കൂടെ വന്നവർ അവിടെ ഓരോ ജോലി ചെയ്യുന്നത് കണ്ട് താൻ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുവാണ് സാക്കുറ. ഹേയ് മോനെ, നീ പോയിട്ട് എല്ലാവർക്കും ചായ ഉണ്ടാക്കുവോ എന്ന് ചോദിച്ച് ചായപ്പൊടി കൊടുക്കുവാണ് അപ്പൂപ്പൻ. എന്നാൽ ചായ എവിടെ വെച്ച് ഉണ്ടാക്കുമെന്ന് അറിയാൻ പാടില്ലാത്ത സാക്കുറ ഏതൊരു റൂമിനകത്തോട്ട് കയറി പോകുന്നു. ഒരുപാട് കാലങ്ങളായി പൊടി പിടിച്ച് കിടക്കുന്ന ആ റൂം കണ്ട് സാക്കുറയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. അങ്ങേര് ഓരോ ദിവസവും ഓരോ വസ്ത്രങ്ങൾ ധരിച്ചാലും ഒരു വർഷം കഴിഞ്ഞാലും ഒരുപാട് വസ്ത്രങ്ങൾ ബാക്കിയായിരിക്കും എന്ന് അവിടുത്തെ പൊടി പിടിച്ച് കിടക്കുന്ന വസ്ത്രങ്ങൾ നോക്കി പറയുവാണ് സാക്കുറ. അപ്പോഴാണ് ആ അപ്പൂപ്പൻ അങ്ങോട്ട് വരുന്നത്. ചായ ഉണ്ടാക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അപ്പൂപ്പൻ അവന് കാണിച്ചു കൊടുക്കുന്നു. ഹേയ്, നമുക്ക് രണ്ടുപേർക്കും ഒരു ഡേറ്റിന് പോയാലോ? ഒരു കോഫി ഷോപ്പിലോ അല്ലെങ്കിൽ മൂവിക്കോ പോകാം. അല്ല, കഴിഞ്ഞ വർഷം ചെറി ബ്ലോസം പൂക്കുന്നത് കാണാൻ പോയപ്പോൾ നിങ്ങൾ ധരിച്ചിരുന്ന ഗ്രേ കളർ തൊപ്പി എന്താ ഇപ്പൊ ധരിക്കാത്തെ? അന്ന് നിങ്ങൾ അത് ധരിച്ച് ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മൂവി സീൻ കാണുന്നത് പോലെ ഉണ്ടായിരുന്നു എന്ന് സുബാക്കി അവരോട് ചോദിക്കുന്നു. ഓ, നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും ഈ ഡ്രസ്സിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണല്ലേ? കേൾക്കാൻ തന്നെ വളരെ മനോഹരമായിട്ടുണ്ട്. ഓ, അതുകൊണ്ടാണോ ആ റൂമിൽ അത്രയധികം വസ്ത്രങ്ങൾ ഉള്ളത് എന്ന് ചിന്തിക്കുകയാണ് സാക്കുറ. അവൾ എപ്പോഴും വളരെ ഫാഷനബിൾ ആയി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് അവളോട് സംസാരിക്കാനും സമയം ചിലവഴിക്കാനും ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാനും അങ്ങനെയായി മാറി. ആദ്യമൊക്കെ ഞാൻ ഒരുപാട് പൂക്കളൊക്കെയുള്ള വസ്ത്രങ്ങൾ അവൾക്ക് കൊണ്ടുകൊടുക്കുമായിരുന്നു. എപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ വസ്ത്രങ്ങൾ കുറച്ച് ഓവറല്ലേ എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ എന്റെ ഭാര്യ അതിനോട് മാച്ചായ ഷൂസ്, മറ്റ് ആക്സസറീസ് എല്ലാം സംഘടിപ്പിക്കുമായിരുന്നു. അതുകൂടെ കാണുമ്പോൾ ശരിക്കും അവൾ ഒരു മാലാഖയെ പോലെ തോന്നും. വളരെ കൈൻഡ് ആയിട്ടുള്ള, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവൾ അധികം സംസാരിക്കാറൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ അവളുടെ കൂടെയുള്ള സമയത്ത് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന് അപ്പൂപ്പൻ അവരോട് പറയുന്നു. ഓ, നിങ്ങൾ ശരിക്കും വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള കപ്പിൾസ് ആയിരുന്നല്ലേ? ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, പിന്നെ എപ്പോഴെങ്കിലും വരാം എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുന്നു. നിന്റെ കണ്ണ് കണ്ടതുകൊണ്ടായിരിക്കാം എനിക്ക് പഴയ ഓർമ്മകളൊക്കെ വന്നത്. ശരിക്കും അത് വളരെ മനോഹരമായിരുന്നു. താങ്ക് യു സാക്കുറ എന്ന് അപ്പൂപ്പൻ അവരോട് പറയുന്നു. ഇത് കേട്ട് സാക്കുറയ്ക്ക് എന്തോ പോലെ തോന്നുന്നു. അവർ ഡിപ്രഷനിലാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സങ്കടമായി. പക്ഷെ ഇത്രയും ഹാപ്പി ആയിരിക്കുന്നത് കണ്ട് എനിക്കിപ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നു. ശരിയാണ്, ഒരു വർഷം മുൻപ് അവരിങ്ങനെയൊന്നും ആയിരുന്നില്ല.
പക്ഷെ ഇപ്പോഴും ചില സമയങ്ങളിൽ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട്. തനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുന്നത് വെറും സ്വാഭാവികം മാത്രമാണ്. എന്നിട്ടും അവർ ഇത്രയധികം സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടാകും. ഒരുപാട് പ്രാവശ്യം ഞാൻ അത് അവരോട് ചോദിക്കാൻ ശ്രമിച്ചതാ, പക്ഷെ അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. എന്തായാലും എനിക്ക് അവരെ ഹാപ്പി ആക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് എന്ന് പറയുവാണ് സുബാക്കി. അവർക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? അവർക്ക് എന്നെയും എന്റെ വ്യക്തിത്വത്തെയും ഒരുപാട് ഇഷ്ടമായിരുന്നു. സോ ചെറുപ്പം തൊട്ടേ ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സുബാക്കിനോ ഗേൾസിന്റെ കയ്യിലിരിക്കുന്ന ആക്സസറീസ് എല്ലാം ആകാംക്ഷയോടെ നോക്കിയിരിക്കുമായിരുന്നു. പക്ഷെ അവന്റെ കൂടെയുള്ള ഫ്രണ്ട്സിനോടൊന്നും അവൻ അത് പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം റിമോട്ട് കൺട്രോൾ കാർഡ്സിനെ പറ്റിയുള്ള ഒരു പേപ്പർ അവന്റെ ഫ്രണ്ട്സ് അവന് കൊടുക്കുന്നു. എന്നാൽ അതിനു പുറകിലുള്ള ഗേൾസിന്റെ ആക്സസറീസ് ആയിരുന്നു അവന് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. വളരെ കളർഫുൾ ആയിട്ടുള്ള അതിൽ ഓരോ സാധനം കാണുമ്പോഴും അവൻ ഒരുപാട് ക്യൂട്ടായിട്ട് തോന്നുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും താനൊരു ആൺകുട്ടിയാണെന്ന് അവന് നന്നായിട്ട് അറിയാം. അങ്ങനെ അവർ റോഡിലൂടെ നടക്കുന്ന സമയത്താണ് താഴെ കിടന്ന ഒരു ഇയറിംഗ്സ് അവന് കിട്ടുന്നത്. വാവ്, ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് അവൻ അത് എടുത്തു നോക്കുന്ന സമയത്താണ് പുറകിൽ നിന്നും ആരോ ഒച്ച വെക്കുന്നത്. സോ വളരെ നന്നായി വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു അപ്പൂപ്പനായിരുന്നു അത്. ഹേയ്, അതെന്റെ ഭാര്യയുടേതാ. അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ. എനിക്ക് വേണ്ടി നീ അത് കണ്ടെത്തി, ഒരുപാട് നന്ദിയുണ്ട്. ഇത് കേട്ട് സുബാക്കിനോ അത് അവർക്ക് കൊടുക്കുന്നു. പിങ്ക് വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന അയാളെ വളരെ ആകാംക്ഷയോടെയാണ് സുബാക്കിനോ നോക്കി നിൽക്കുന്നത്. അങ്ങനെ അവർ അവനെ അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. ഒരുപാട് സുന്ദരിയായ അവിടുത്തെ ആ ലേഡിയെ കണ്ട് അവൻ അവരെ തന്നെ നോക്കി നിൽക്കുന്നു. ഹേയ്, നീയാണോ എന്റെ ആ ഇയറിംഗ്സ് കണ്ടുപിടിച്ചത്? ഒരുപാട് നന്ദിയുണ്ട്. ഇതേ സമയമാണ് അവന് കഴിക്കാനുള്ള മിഠായിയും കൊണ്ട് ആ അപ്പൂപ്പൻ അങ്ങോട്ട് വരുന്നത്. എന്നാ അമ്മൂമ്മയെ തന്നെ നോക്കി നിൽക്കുന്ന സുബാക്കിനയോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ആ അപ്പൂപ്പൻ. അത് പിന്നെ നിങ്ങളുടെ വസ്ത്രങ്ങൾ ഒരുപാട് നന്നായിട്ടുണ്ട് മാം എന്ന് സുബാക്കിന് അവരോട് പറയുന്നു. നീ പറഞ്ഞത് ശരിയാ, എന്റെ ഭാര്യ ഒരു സുന്ദരിയാ. എപ്പോഴും സ്റ്റൈലിഷ് ആയി നടക്കാനാ അവൾക്ക് ഇഷ്ടം. ഇവളുടെ കയ്യിൽ ഒരുപാട് വസ്ത്രങ്ങളുണ്ട്. അതൊക്കെ നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഇങ്ങോട്ട് വരാം എന്ന് അപ്പൂപ്പൻ അവനോട് പറയുന്നു. സോ അന്നു മുതൽ ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളിലും അവൻ അവരുടെ വീട്ടിലോട്ട് പോകുമായിരുന്നു. ഓരോ സമയവും അവർ വളരെ മനോഹരമായ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ഒരു ദിവസം അവൻ അവരുടെ വീട്ടിൽ പോയ സമയത്താണ് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരിക്കുന്ന യൂയെ അവൻ കാണുന്നത്. അത് കണ്ട് അവനക്കും അത് ഇട്ടു നോക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ അവരവിടെ നിന്ന് പോയ സമയത്ത് അതൊന്ന് ഇട്ടു നോക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സ് അതിന് സമ്മതിക്കുന്നില്ല. ഹേയ് സുബാക്കിനോ, എന്ത് പറ്റി? നിനക്കത് ഇട്ട് നോക്കണോ എന്ന് സൂയി അവനോട് ചോദിക്കുന്നു. വേണ്ട, അത് പിന്നെ ഞാൻ വെറുതെ. ഹേയ്, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് യൂയി അവന് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നു. അപ്പോഴാണ് ഈറ്റോ അങ്ങോട്ട് വരുന്നത്. ഹേയ് സുബാക്കിനോ, നീ ലിപ്സ്റ്റിക് ഇട്ടോ? ഇത് കൊള്ളാമല്ലോ. ഇത് കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് സുബാക്കിനോ. ഇല്ല ഇല്ല, എന്തുകൊണ്ടാ ഞാൻ ഇത്രയധികം ഹാപ്പി ആയത്? ബോയ്സിന് ഒരിക്കലും ലിപ്സ്റ്റിക് ഇഷ്ടപ്പെടാൻ പാടില്ല, പക്ഷെ അത് വളരെ മനോഹരമാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാ? എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും ഇനി കള്ളം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും എന്നെ അംഗീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എനിക്കും ഒരു സാധാരണക്കാരനാകണം. ഹേയ് സുബാക്കിനോ, ഹൈ ഹീൽസ് എന്താണെന്ന് നിനക്കറിയാമോ? സ്ത്രീകൾ ധരിക്കുന്ന ആ ഷൂസ് അല്ലേ? അതെ, പക്ഷെ തുടക്കത്തിൽ അത് പുരുഷന്മാരായിരുന്നു ധരിച്ചിരുന്നത്. അതെ, അത് ശരിയാണ്. കുതിര വെച്ചുള്ള യുദ്ധങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബോഡി സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയാണ് അത് അവർ ഉപയോഗിച്ചിരുന്നത്. അതെ, മേക്കപ്പ് പോലും സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ജെൻഡർ ഇപ്പോഴും നീ ആരാണെന്നുള്ളതിനുള്ള ഒരു പാർട്ട് മാത്രമാണ്. അതെ, ലിപ്സ്റ്റിക്കും ഹൈ ഹീൽസും ഒക്കെ കണ്ടുപിടിച്ച സമയത്ത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആയതുകൊണ്ട് ആളുകൾ അത് ധരിച്ചിരുന്നില്ല. പിന്നീട് അവർക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എല്ലാവരും അത് ധരിക്കാൻ തുടങ്ങി. സുബാക്കിനോ, നീ നേരത്തെ ചോദിച്ചില്ലേ നീ ഒരു ആൺകുട്ടിയാണെങ്കിലും എന്തുകൊണ്ടാണ് നിനക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇഷ്ടമാകുന്നതെന്ന്? നീ ഇതുവരെ സഞ്ചരിച്ചത് തെറ്റായിട്ടുള്ള വഴിയിലൂടെയായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണം നമ്മൾ എപ്പോഴും ചെയ്യാൻ. നമ്മൾ നോർമൽ എന്ന് വിളിക്കുന്നത് മിക്ക ആളുകളും ചിന്തിക്കുന്നത് മാത്രമാണ്. പക്ഷെ ഹൈ ഹീൽസിനെയും ലിപ്സ്റ്റിക്കിനൊക്കെ പോലെ അത് മാറിക്കൊണ്ടേയിരിക്കും. സോ നിനക്ക് ഇഷ്ടമുള്ളത് എൻജോയ് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് അവർ അവനോട് പറയുന്നു. വാവ്, നിനക്കിത് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാത്തിനും ഉപരി ഇത് നിനക്ക് നന്നായി ചേരുന്നുണ്ട്. എനിക്ക് പണ്ട് പേടിയായിരുന്നു, ഡിഫറെന്റ് ആയിരിക്കുന്നത് എന്നെ തനിച്ചാക്കുമോ എന്നുള്ള പേടി. പക്ഷെ ആ രണ്ടുപേരും ഞാൻ ആരാണെന്ന് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ ഒരിക്കലും തനിച്ചല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോ അവരെ സഹായിക്കാനുള്ള എന്റെ അവസരമാണ് എന്ന് പറയുവാണ് സുബാക്കിനോ. ഇത് കേട്ട് എല്ലാവരും എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പോഴാണ് ആരോ അവിടെ നിന്ന് മോങ്ങുന്ന ശബ്ദം അവർ കേൾക്കുന്നത്. സോ നേരിനായിരുന്നു അത്. അവന്റെ ആ കഥ കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരിൻ. തീർച്ചയായിട്ടും നമ്മൾ അവരെ ഹാപ്പിയാക്കും. അവരെ സങ്കടപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. എപ്പോഴും ഞങ്ങൾ നിന്റെ കൂടെ കാണും എന്ന് അവരോട് പറയുവാണ് നേരിൻ.
ഇത് കേട്ട് സുബാക്കിനൊക്കെ ഒരുപാട് സന്തോഷമാകുന്നു. അവരെ 3 പേരെയും കെട്ടിപ്പിടിച്ച് നന്ദി പറയുവാണ് സുബാക്കിനോ. ശരി, നാളെ തന്നെ നമുക്ക് അവരെ കാണാൻ പോകാം എന്ന് അവൾ അവരോട് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസമാകുന്നു. സാക്കുറയും മറ്റുള്ളവരും വീണ്ടും ആ അപ്പൂപ്പന്റെ വീട്ടിലോട്ട് പോകുന്നു. തന്റെ ഭാര്യയോടൊപ്പമുള്ള ആൽബത്തിലെ ഫോട്ടോ അല്ല അപ്പൂപ്പനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ അവരുടെ സംസാരം കേട്ട് അങ്ങേരുടെ പ്രശ്നം എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഒറ്റ നോട്ടത്തിൽ ഇവർക്ക് വേറെ പ്രശ്നമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴാണ് അവർ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ആൽബത്തിലുള്ളത് മുഴുവനും അവരുടെ ഭാര്യയുടെ ഫോട്ടോ മാത്രമാണ്. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ് ഒന്നുമില്ലേ എന്ന് സുബാക്കിന് അവരോട് ചോദിക്കുന്നു. ഉണ്ട്, ഒരുമിച്ച് നിൽക്കുന്ന ഈ ഒരു ഫോട്ടോ മാത്രമേ എന്റെ കയ്യിലുള്ളൂ. സോ റൊമാൻറ്റിക് ആയി നിൽക്കുന്ന അവരെ 2 പേരെയും കണ്ട് സാക്കുറയ്ക്ക് എന്തോ പോലെ തോന്നുന്നു. സുബാക്കിനെയും ഉമ്മയമ്മയെയും കണ്ട സമയത്ത് ഉണ്ടായ അതേ ഫീലിംഗ്സ് ആണ് ഇപ്പൊ സാക്കുറയ്ക്ക് തോന്നുന്നത്. ആ കാര്യങ്ങളെല്ലാം സുബാക്കിനോ അപ്പൂപ്പനോട് പറയുന്നു. ഇത് കേട്ട് അപ്പൂപ്പന്റെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നു. നിങ്ങൾക്ക് ശരിക്കും അതുപോലെ തോന്നിയോ? ഒറ്റയ്ക്കായിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുമായിരുന്നു. അവൾ ശരിക്കും എന്റെ കൂടെ ഹാപ്പി ആയിരുന്നു. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവളുടെ കൂടെ ചെലവഴിക്കുന്ന ഓരോ സമയവും ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. പക്ഷേ ഞങ്ങളുടേത് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അവളുടെ ഇഷ്ടങ്ങളും അവളെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും അവൾ ഒരിക്കലും പറഞ്ഞിരുന്നില്ല. അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നെ എന്ന് അപ്പൂപ്പൻ അവരോട് പറയുന്നു. സോ അപ്പൂപ്പന്റെ സങ്കടത്തിനുള്ള കാരണം ഇത് തന്നെയാണെന്ന് നേരിന് മനസ്സിലാകുന്നു. ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോ ഞാൻ ഒരിക്കലും അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങളോട് ഇത് പറഞ്ഞപ്പോ എനിക്ക് എന്തോ ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നുന്നു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ? നിങ്ങൾ എന്തിനാ ആ ഫോട്ടോ എടുത്തത്? ഞങ്ങൾ ഇന്നലെ ഇവിടെ നിന്ന് പോയ സമയം തൊട്ടേ ഞാൻ അത് ചിന്തിക്കുന്നതാണ്. നിങ്ങളുടെ പൂന്തോട്ടം മുഴുവൻ പൂക്കാത്ത മരങ്ങളാൽ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പക്ഷെ ഒരു മരം, ആ ഡോഗിഡു. അങ്ങനെയെങ്കിൽ ആ മരത്തിന് മുൻപിൽ നിന്നിട്ടായിരിക്കും നിങ്ങൾ ഫോട്ടോ എടുത്തത്. ശരിയാണ്, എന്റെ പൂന്തോട്ടം ഞാൻ എപ്പോഴും സംരക്ഷിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ഡോഗിഡോ ട്രീ അവൾ എന്നോട് കുഴിച്ചിടാൻ പറഞ്ഞത്. ഒരിക്കലും ഫോട്ടോ എടുക്കാൻ ആഗ്രഹമില്ലാത്ത അവൾ ആ മരം ഞങ്ങൾ ഒരുമിച്ച് നട്ട ദിവസം എന്നോട് ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെട്ടു. ഓ, അങ്ങനെയെങ്കിൽ ആ ഡോഗിഡോ മരം നടുന്നതിന് മുൻപ് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ഡിക്കാപ്രിയോ അവരോട് ചോദിക്കുന്നു. ആലോചിച്ചു നോക്കിയ അപ്പൂപ്പൻ എന്തോ ഒരു കാര്യം ആലോചിക്കുന്നു. അന്നൊരു ദിവസം ഈറ്റോ അവളോട് എന്തോ കാര്യം പറയാൻ വേണ്ടി വരുന്നു. എന്ന് അവരുടെ മുഖം കണ്ട് അവർക്കത് പറയാൻ തോന്നുന്നില്ല. എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹേയ്, ഇല്ല, ഞാൻ നഖം വെട്ടാൻ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുമായിരുന്നു എന്ന് പറഞ്ഞ് നഖം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈറ്റോ. നീ വളരെ ഫാഷനബിൾ ആയിരിക്കുമ്പോൾ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിന്റെ കൂടെ നടക്കുമ്പോൾ ഞാനും അതുപോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നു. അവൾ സുന്ദരിയാണെന്ന് ഞാൻ എപ്പോഴും അവളോട് പറയുമായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും അവളോട് എന്നെ നോക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അവൾ എന്നെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇപ്പൊ അതിനെപ്പറ്റി ആലോചിക്കുമ്പോ അപ്പോ തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ വിഷമിക്കാറുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അവൾ എന്നോടൊന്നും തിരിച്ചു പറഞ്ഞില്ല. ആ ഡോഹോട് നട്ടുപിടിപ്പിക്കാനുള്ള അവളുടെ ആഗ്രഹം വെറും ആഗ്രഹം മാത്രമായിരിക്കാം. അവളുടെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും പറ്റി ഞാൻ അവളോട് കൂടുതൽ ചോദിക്കേണ്ടതായിരുന്നു. ഹേയ്, വേണ്ട. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ ദേഷ്യപ്പെട്ടേനെ. ഇത് കേട്ട് അവർക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. ഈ ഫ്ലവേഴ്സിന്റെ ലാംഗ്വേജിൽ ഡോഡിനർത്ഥം സ്ഥിരത, ബ്രില്യന്റ് ലവ് എന്നൊക്കെയാണ്. അതിൽ കുറച്ച് ചോദ്യങ്ങൾ കൂടെ അടങ്ങിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെക്കാൾ ഡിഫറെന്റ് ആണോ? ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ ഡോഗോട് ഒരു പക്ഷെ നിങ്ങളോട് തർക്കിക്കാനുള്ള അവരുടെ മാർഗമായിരിക്കാം എന്ന് ഡിക്കാപ്രി അവരോട് പറയുന്നു. ഇത് കേട്ട് സുബാക്കിനൊക്കെ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഒരിക്കലും അവരെ മനസ്സിലാക്കിയിരുന്നില്ല. ഇഷ്ടമുള്ളത് ഇഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ലെന്ന് എന്നെ പഠിപ്പിച്ചത് അവരാണ്. ഞാനിപ്പോ ഒരുപാട് സ്ട്രോങ് ആയി. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, ഞാൻ പോലും അറിയാതെ എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചേനെ. നീ പറഞ്ഞത് ശരിയാണ്. അവളുടെ കൂടെ ഏറ്റവും അടുത്തുണ്ടായിരുന്നത് ഞാനാണ്. ഞാനത് മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെയാണ്. ഇങ്ങനെയുള്ള എന്നെയാണ് അവൾ മനസ്സിലാക്കിയത്. ആ കാര്യം ഞാൻ മനസ്സിലാക്കണം. അതിനുള്ള സമയമായി. ഇതെനിക്ക് മനസ്സിലാക്കി തന്ന നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് എന്ന് ഈറ്റി പറയുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത അടുത്ത സമയം അതുവരയ്ക്കും ബൈ.